എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Cups, Seven of Cups, Ace of Pentacles, Ace of Swords, Death card, Page of Pentacles. ആദ്യം തന്നെ 8 of Cups and ഏസ് ഓഫ് സോട്സ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പൊതുവെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ ജീവിതം പുതിയൊരു തുടക്കം, പുനർജന്മം എന്ന് തന്നെ പറയാം. പലരെ സംബന്ധിച്ചിടത്തോളം പുനർജന്മം തന്നെയാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. റീഇൻകാർണേഷൻ എന്നൊക്കെ അല്ലെങ്കിൽ റീബേർത്ത് എന്ന് പറയുന്ന ഒരു രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പഴയത് പലരെയും സംബന്ധിച്ച് 2024 നിന്ന് 2025 കടക്കുമ്പോൾ ആദ്യത്തെ മാസം ജനുവരി മാസത്തിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ എല്ലാം പുറകിലേക്ക് തള്ളി പുതിയൊരു ജീവിതം, ഒരു പുതുജീവൻ നിങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. എല്ലാ അർത്ഥത്തിലും ഒരു പുതുജീവനാണ്. കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 of Cups എനർജി നിങ്ങൾ പലതും വിട്ടുകളയേണ്ടി ഇതുവരെ കാലങ്ങളായിട്ട് നിങ്ങൾ ചുമന്നും കൊണ്ട് നടക്കുന്ന പ്രാരബ്ധങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഉള്ളിലുള്ള ട്രോമ, പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി ട്രോമ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഒരു ട്രോമ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ മാറ്റാണ്, നിങ്ങൾ സുഖപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ളൊരു സംഘർഷം ബാല്യത്തിലായിക്കൊള്ളട്ടെ, മുതിർന്നതിന് ശേഷം ആയിക്കൊള്ളട്ടെ, ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പലരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ് നമ്മൾ പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർക്ക് മുൻധാരണകളോ മുൻവിധികളോ അനുഭവങ്ങളോ ജീവിതത്തിലില്ല. ആ ജനിക്കുന്ന സമയത്ത് എല്ലാവരും നിഷ്കളങ്കരായിരിക്കും. ആ സമയത്ത് എല്ലാവരും ജീവിതത്തെ പുതിയൊരു, അതായത് ഒന്നിനെയും മുൻവിധാരണയോടുകൂടിയല്ല നോക്കുന്നത്. എല്ലാം അവർക്ക് പുതിയതാകുമ്പോൾ അവരെല്ലാം പുതുമയോടുകൂടി ഒരു ക്യൂരിയോസിറ്റിയോടെയാണ് നോക്കുന്നത്, എന്താണെന്ന് അറിയാൻ വേണ്ടി. ആ ഒരു മുന്നോട്ടേക്ക് പോകുന്തോറും ജീവിതത്തിൽ പല അനുഭവങ്ങളും ഓരോരുത്തരുടെ വ്യക്തിത്വം ഉടലെടുക്കുന്ന അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന കാര്യങ്ങളിലൂടെയാണ്. അവരുടെ ചുറ്റുമുള്ള അവരെങ്ങനെ വളരുന്നു, അതുപോലെ അവരുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഇതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയെ മാറ്റും. നിഷ്കളങ്കത മാറിപ്പോകും. നമ്മൾ വളരും തോറും നമ്മളുടെ നിഷ്കളങ്കത മാറുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളും സാഹചര്യമൊക്കെ കൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള നിഷ്കളങ്കതയുണ്ടല്ലോ, അത് നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്, നിങ്ങൾ ഹീൽ ചെയ്യുകയാണ്, നിങ്ങൾ സുഖപ്പെടുകയാണ് സ്വയം ചെയ്യുന്നത്. നിങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം പുറകോട്ടേക്ക് തള്ളി പുതിയൊരു ജീവിതം, ആ ഒരു ബാല്യത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന നിഷ്കളങ്കത തിരിച്ചു പിടിച്ച് ആ ഒരു നിഷ്കളങ്കതയോടുകൂടി ലോകത്തെ നോക്കി കാണുകയാണ്. മുൻധാരണയോട് കൂടിയിട്ട് ഒന്നും നോക്കാതെ ജീവിതം ഒരു പുതിയൊരു തുടക്കമായിട്ട്, ഏസ് ഓഫ് സോട്സ് എനർജിയാണ്, ഒരു പുതിയ തുടക്കമാണ് ജീവിതത്തിൽ. നിങ്ങൾ പല പല കാര്യങ്ങളും ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പോലത്തെ ഒരു ചിന്തയോട് കൂടിയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുക. പുതിയ ഐഡിയാസ്, ജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളും സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാകുന്നത് നിങ്ങൾ ഒന്നിനെയും മുൻധാരണയോട് കൂടി വിധിക്കാത്തത് കൊണ്ട്. അതേപോലെ തന്നെ പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു വളരെ ഒത്തിരി സന്തോഷം തരുന്ന ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക്, അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നു. അതേപോലെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. വിജയസാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സക്സസ്, വിജയം, പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ ബുദ്ധി വൈഭവത്തിലൊക്കെ സ്വയം വിശ്വസിക്കുകയാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയൊരു ബുദ്ധി ഉണ്ടെന്നൊന്നും നിങ്ങൾ സ്വയം ചിന്തിക്കുന്നില്ല എങ്കിൽ ഞാനൊരു ജീനിയസ് ആണ് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന
അതിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അതായത് നിങ്ങളുടെ സ്വന്തം ഐഡിയാസ്, നിങ്ങളുടെ സ്വന്തം ചിന്തകളിലൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും ഒക്കെ പുതിയ പുതിയ സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ 7 ഓഫ് കപ്സ് ആൻഡ് ഡെത്ത് കാർഡാണ്. അഗെയിൻ പുതിയൊരു തുടക്കം. ഈ ഒരു വർഷം എന്ന് പറയുന്നത് എല്ലാം മാറ്റിമറിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് വരാണ്, പുതിയ അവസരങ്ങൾ വരാണ്. ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ വരുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവ് ആവുകയാണ്, നിങ്ങളുടെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയ അവസരങ്ങൾ വരികയാണ് ജീവിതത്തെ നോക്കിക്കാണാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ നിങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ മതത്തിൽ ജനിച്ചത് കൊണ്ടായത് കൊണ്ട് എന്നുള്ള രീതിയിലല്ലാതെ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ മാറി മറിയുന്നുണ്ട്. മതത്തിൽ വിശ്വസിക്കാതെ നിങ്ങളൊരു ആത്മീയതയിലേക്ക് പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ന മതത്തിൽ വിശ്വസിച്ച ആൾ മറ്റൊരു മതത്തിലേക്ക് പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിൽ ഒരു സർവേശ്വരൻ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ മാത്രം വിശ്വസിക്കുന്നതുമാവാം. അങ്ങനെ പല മാറ്റങ്ങൾ വരാം. ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ആളുകളെ ഏതൊരു രീതിയിലാണോ സമീപിച്ചിരുന്നത് അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവ രീതിയും മാറുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്, ആളുകളോടുള്ള സമീപനം. അപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ടോട്ടലി മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് പേഴ്സണൽ ലൈഫിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവേ പലരും നിങ്ങളെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടും ചിന്തകളും ഒക്കെ മാറുന്നുണ്ട്. അതേപോലെ നിങ്ങളെ പെട്ടെന്ന് പ്രകോപിതരാക്കാൻ മറ്റുള്ളവർക്ക് പറ്റുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്, വാശി കൂടുതലാണ്, ഇതൊക്കെ പറഞ്ഞിരുന്നവരിൽ നിന്ന് നിങ്ങളിപ്പോൾ വാശി ദേഷ്യമൊക്കെ കുറവ്, നിങ്ങൾ വളരെ പക്വതയോടുകൂടി പെരുമാറുന്നു. ആർക്കും നിങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ട് കഴിയാതെ വരുന്നു. കാരണം നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുകയാണ് എന്നുള്ളത്. ഡെത്ത് കാർഡാണ്. പല കാര്യങ്ങളും പറഞ്ഞ പോലെ മാറ്റങ്ങളാണ് വരുന്നത്. പൂർണ്ണമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പേർപ്പസ് എന്താണ്, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ വളരെയധികം വലിയൊരു സെലിബ്രേഷൻ കൂടി ഇത് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു പുതുജീവനാണ് എന്ന് ചില ആളുകളെ സംബന്ധിച്ച് ഒരു പുതുജീവൻ എന്ന് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മരണത്തിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഇതിനെ കരുതാം. ലൈഫിൽ പല മാറ്റങ്ങളും, വിശ്വാസ പ്രമാണങ്ങളിൽ, ജോലിയിൽ, ഫ്യൂച്ചർ തന്നെ മാറി മറിയുന്ന കാര്യങ്ങളാണ് ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ്. അപ്പോൾ അത് പലരെയും സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാവാം. പല കാര്യങ്ങളും അവസാനിപ്പിച്ചിട്ട് പുതിയ തുടക്കമാവാം. മാറ്റത്തെ ഭയപ്പെടുന്ന ആളുകളാണെങ്കിൽ മാറ്റത്തെ ഭയപ്പെടാതിരിക്കുക. മാറ്റം നിങ്ങളെ മുന്നോട്ടേക്കാണ് നയിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. മാറാതിരിക്കുമ്പോൾ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ജീവിതത്തിലൊരു വളർച്ചയും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് അനിവാര്യമായിട്ടുള്ളൊരു മാറ്റമാണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും പുതിയ തുടക്കമാണ്. ജോലി സംബന്ധം, പേഴ്സണൽ ലൈഫ്, എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റമാണ്. നിങ്ങൾ ഏസ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, ഡെത്ത് കാർഡ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, അഗെയിൻ 8 ഓഫ് കപ്സ്, മൊത്തത്തിലൊരു മാറ്റമാണ്. ജീവിതത്തിലൊരു കർമ്മ എനർജി കൂടി നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. കർമ്മഫലമാണ്. ഇതുവരെ പ്രവർത്തിച്ചതിനുള്ളൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന എന്താണോ ജീവിതത്തിൽ കാത്തിരുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്താണോ അത് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പുതിയ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യതകളുണ്ട്. വിദേശത്തൊക്കെ വീട് വാങ്ങിച്ച് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന കാനഡ, US, ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ ആ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം ഫൈനലി സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ്. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ചില ആളുകൾ ഈ ഒരു മാസം, അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നുണ്ടാവാം. ഇൻ്റർവ്യൂ കോൾസ് വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പുതിയൊരു പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റം എന്ന് തന്നെ പറയാവുന്ന ഒരു വർഷം എന്ന് തന്നെ, മാസം എന്ന് പറയാം. പിന്നെ ഈ ഒരു മാസം സംഭവിക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ, അതായത് മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ടോട്ടൽ ഒരു ചേഞ്ച് വരുത്താൻ പാകമായിട്ടുള്ള ഒരു പക്വമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പല കാര്യങ്ങളിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡെഡിക്കേഷനോട് കൂടി, ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വർഷങ്ങളായിട്ട് പ്രയത്നിച്ചിരുന്നത് ആ ഒരു കാര്യം സഫലമാകുകയാണ്. എന്തെങ്കിലും എൻട്രൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ ഉള്ളൊരു
അത് വളരെയധികം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു അനുഭവമാണ് ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.